ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അത്ഭുത കലകളോടും ഭഗവാന്റെ പൂർണ്ണമായ സാന്നിധ്യത്തോടും കൂടി ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ ആത്മസ്വരൂപമായ രാധാദേവിയോടൊപ്പം ഗോലോകത്ത് നിന്നുള്ള എല്ലാ പരിവാരങ്ങളോടും കൂടി ഭൂമിയിൽ ഇറങ്ങി വന്ന് പൂർണ്ണമായ ആ ഭഗവാന്റെ ലീലകൾ ആടുന്ന കാലഘട്ടമാണ് വൈശാഖ കാലഘട്ടം എന്നാണ് ഭക്തജനങ്ങൾ സങ്കല്പിച്ചിട്ടുള്ളത്. ഈ കാലഘട്ടത്തിൽ ഭൂമിയിൽ വസന്തകാലം കൂടിയാണ്. എല്ലാ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലും ഇതോടനുബന്ധിച്ച് ഭക്തജന പ്രവാഹം തന്നെ ഉണ്ടാവാറുണ്ട്. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും ഏതാണ്ട് അരനൂറ്റാണ്ട് കാലത്തിന് മുൻപ് തന്നെ, ഏതാണ്ട് 10-70 വർഷത്തിന് മുൻകൂട്ടി തന്നെ വൈശാഖ കാലത്ത് വൈശാഖ യജ്ഞോത്സവം വളരെ ഗംഭീരമായിട്ട് ഏതാണ്ട് 1 മാസക്കാലം തുടർച്ചയായിട്ട് തന്നെ നടക്കാറുണ്ട്. ഈ വർഷവും 29 ദിവസങ്ങളിലായിട്ട് വൈശാഖ യജ്ഞോത്സവം നടക്കുന്നുണ്ട്. ഈ മാസം ഏപ്രിൽ 26-ാം തീയതി ആരംഭിച്ച് ഇപ്പോൾ നാളെ, അതായത് മെയ് 7-ാം തീയതി വൈകുന്നേരം നഗരപ്രദക്ഷിണത്തോടുകൂടി അഖണ്ഡനാമജപം യജ്ഞം 12 ദിവസങ്ങളിലായിട്ട് നടക്കുന്നു. പ്രഭാതത്തിൽ വിഷ്ണു സഹസ്രനാമവും തുടർന്ന് ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന ഹരി സന്ധരണ ഉപനിഷത്ത് മഹാമന്ത്രം ആ നാമജപ സങ്കീർത്തനമായിട്ട് പ്രഭാതം മുതൽ പ്രദോഷം വരെ ചൊല്ലി 11-ാമത്തെ ദിവസം ഇന്ന് തുടങ്ങി 12-ാമത്തെ ദിവസം ഭക്തജനങ്ങൾക്ക് ഇടിച്ചുപിഴിഞ്ഞ പായസം നിവേദിച്ച് വിതരണം ചെയ്ത് നാളെ 12-ാമത്തെ ദിവസം വൈകുന്നേരം 5 മണിക്ക് നട തുറന്നു കഴിഞ്ഞാൽ ഭക്തജനങ്ങൾ താലപ്പൊലിയോടുകൂടി നഗരപ്രദക്ഷിണം നടത്തി ക്ഷേത്രത്തിന് പുറത്തുള്ള തെരുവീതികളിലൂടെ ഹരേരാമ മന്ത്രം ജപിച്ച് ദീപാരാധനയോടുകൂടി അകത്തു വന്ന് ഭഗവാനെ കർപ്പൂരദീപം ഒഴിഞ്ഞ് നാടകശാലയിൽ വന്ന് ഹരേരാമ ചൊല്ലി ഈ 12 ദിവസം നടക്കുന്ന അഖണ്ഡനാമ ജപ യജ്ഞം സമാപിക്കും. പഞ്ചവാദ്യം തുടങ്ങിയ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി തന്നെയാണ് നഗരപ്രദക്ഷിണം നടക്കുന്നത്. നാളെ വൈകുന്നേരം അഖണ്ഡനാമജപ യജ്ഞം സമർപ്പിച്ചു കഴിഞ്ഞാൽ 8-ാം തീയതി പ്രഭാതത്തില് വൈശാഖ യജ്ഞത്തിന്റെ 2-ാം ഘട്ടമായ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ആരംഭിക്കും. അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ എല്ലാ മാസവും സപ്താഹയജ്ഞമുണ്ട്. മലയാള മാസത്തിൽ ഒടുവിലത്തെ 7 ദിവസം ഭാഗവത സപ്താഹയജ്ഞമാണ്. അതിൽ 11 മാസങ്ങളിൽ മൂലം ഭാഗവതം, സംസ്കൃത മൂലം ഭാഗവതവും ഈ വൈശാഖ കാലത്തിൽ മാത്രം എഴുത്തച്ഛന്റെ കിളിപ്പാട്ട് ഭാഗവതവുമാണ് പാരായണം ചെയ്യുന്നത്. ഈ മാസം 8-ാം തീയതി ആരംഭിച്ച് 14-ാം തീയതി ഭാഗവത സപ്താഹയജ്ഞം സമാപിക്കും. ഈ മാസം സപ്താഹ ആചാരനായിട്ട് വരുന്നത് കൊല്ലം വള്ളിക്കീഴ് ഗംഗാധരൻ നായരും അദ്ദേഹത്തോടൊപ്പം മറ്റ് പാരായണക്കാരുമാണ് വരുന്നത്. 14-ാം തീയതി ഭാഗവത സപ്താഹയജ്ഞം സമർപ്പിച്ചു കഴിഞ്ഞാൽ 15, 16, 2 ദിവസങ്ങളിലായിട്ട് അധ്യാത്മരാമായണ യജ്ഞം നടക്കും. 15-ാം തീയതി ആരംഭിക്കുന്ന അധ്യാത്മരാമായണ പാരായണം 16-ാം തീയതി വൈകുന്നേരം അതിഗംഭീരമായ ശ്രീരാമ പട്ടാഭിഷേകത്തോടുകൂടിയാണ് സമർപ്പിക്കുന്നത്. രാവിലെ കലശം കെട്ടി ശ്രീരാമൻ, സീത, ആഞ്ജനേയൻ, സപ്തർഷികള്, ഗുരുക്കന്മാര്, ദശരഥൻ, കൗസല്യാദി മാതാക്കള്, അങ്ങനെ സപരിവാരമായിട്ട് ശ്രീരാമന്റെ സപരിവാര പൂജ നടത്തി കലശം കെട്ടി വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷം വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി നാടകശാലയിൽ ശ്രീരാമ പട്ടാഭിഷേകം നടക്കും. അങ്ങനെ 15, 16 ദിവസങ്ങളിലായിട്ട് രാമായണ യജ്ഞം കഴിഞ്ഞാൽ 17 മുതൽ 22 വരെ നാരായണീയ പാരായണ യജ്ഞമാണ്. വിവിധ പ്രദേശങ്ങളിൽ നിന്നെത്തുന്ന നാരായണീയ പാരായണ സമിതികൾ പ്രഭാതം മുതൽ പ്രദോഷം വരെ നാരായണീയം വായിച്ച് ഭഗവാന് സമർപ്പിക്കും. 23-ാം തീയതി ശനിയാഴ്ച അന്ന് ജയദേവ ചരിത പാരായണമാണ്. ജയദേവന് വളരെ പ്രത്യേകതയുണ്ട്. ഈ വൈശാഖ കാലവുമായിട്ട് ജയദേവന് വളരെ പ്രാധാന്യമുണ്ട്. കാരണം ഭഗവാന്റെ രാസലീലകളെ വർണ്ണിച്ചിട്ടുള്ളത് ഗീതഗോവിന്ദം എന്ന് പറയുന്ന കൃതിയിലാണ്. ഈ ഗീതഗോവിന്ദം രചിച്ചിട്ടുള്ളത് ജയദേവരാണ്. ഈ ജയദേവരുടെ ചരിതമാണ് ജയദേവചരിതം. ഈ വൈശാഖ കാലത്ത് ജയദേവന്റെ ആ ചരിതം പാരായണം ചെയ്യുന്നു. 23/5/2026 മെയ് 23-ാം തീയതി ശനിയാഴ്ച ആണ് ജയദേവ പാരായണം. 24-ാം തീയതിയാണ് ഈ വർഷത്തെ വൈശാഖ യജ്ഞം സമർപ്പിക്കുന്നത്. അതിബൃഹത്തായിട്ടുള്ള പൂജകളോടും അതിഗംഭീരമായ ചടങ്ങുകളോടും കൂടിയാണ് എല്ലാ വർഷവും
വൈശാഖ യജ്ഞം നമ്മൾ സമർപ്പിക്കാറുള്ളത്. ഈ വർഷവും പ്രഭാതത്തിൽ 3 മണിക്ക് നട തുറന്നു കഴിഞ്ഞാൽ ഭഗവാന്റെ അഭിഷേകത്തോടൊപ്പം ഭഗവാൻ അഷ്ടാഭിഷേകം കഴിഞ്ഞു കഴിഞ്ഞാൽ പഞ്ചാമൃതാഭിഷേകം, അതോടൊപ്പം തന്നെ മുളയറയിൽ മഹാദേവന് രുദ്രാഭിഷേകം, അവിടെ തന്നെ ഭഗവതിക്ക് ഉടയാട സമർപ്പണം, അങ്ങനെ വിവിധങ്ങളായ ചടങ്ങുകൾ അകത്ത് കിടക്കും. അതോടൊപ്പം തന്നെ തിരുനാടകശാലയിൽ ഇതുവരെ നടന്നുകൊണ്ടിരുന്ന ഗണപതി ഹോമത്തിന്റെ സമാപനമായിട്ട് 24-ാം തീയതി തന്ത്രിമുഖ്യന്റെ ആചാര്യത്വത്തില് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടക്കും. അതിനുശേഷം നാടകശാലയിൽ യജ്ഞശാലയിൽ തന്നെ ലക്ഷ്മീനാരായണ പൂജ ഉണ്ടാവും. അതേ സമയത്ത് തന്നെ കുളപ്പരയിൽ അലങ്കരിച്ച യജ്ഞവേദിയിൽ കലശം പൂജിച്ച് ലക്ഷാർച്ചന ആരംഭിക്കും. അമ്പലപ്പുഴ ബ്രാഹ്മണ സമൂഹത്തിന്റെ നേതൃത്വത്തിൽ പ്രഭാതത്തിൽ ആരംഭിക്കുന്ന ലക്ഷാർച്ചന ഏകദേശം വൈകുന്നേരം ദീപാരാധന വരെ ഉണ്ടാവും. ഇടവേളകളിൽ നിർത്തിക്കഴിഞ്ഞാൽ ഭഗവാൻ നട അടച്ചിരിക്കുമ്പോഴത്തേക്ക് അർച്ചന ഉണ്ടാവത്തില്ല. നട തുറന്നിരിക്കുന്ന സമയങ്ങളിൽ അർച്ചന നടത്തി ഏതാണ്ട് ദീപാരാധനയ്ക്ക് മുമ്പ് 1,00,000 ഒരു ഭഗവാന്റെ സഹസ്രനാമം അർച്ചിച്ചു കഴിഞ്ഞാൽ ദീപാരാധനയ്ക്ക് ശേഷം ഈ അർച്ചനാകുംഭം അകത്ത് കൊണ്ടുപോയി അർച്ചനാകുംഭത്തിൽ നിറച്ചിട്ടുള്ള ആ ഗോപീചന്ദ്രം മഞ്ഞപ്പൊടി ഭഗവാൻ അഭിഷേകം ചെയ്യും. അതിനെ തുടർന്ന് ഭഗവാന് പുഷ്പാഭിഷേകം നടത്തും. അങ്ങനെ വർഷത്തിൽ ഒരിക്കൽ നമ്മൾ നടത്തുന്ന പുഷ്പാഭിഷേകത്തോടെയാണ് ഈ വർഷവും ഈ വൈശാഖ യജ്ഞം ഭഗവാന്റെ പാദങ്ങളിൽ നാം സമർപ്പിക്കുന്നത്. അങ്ങനെ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ബൃഹത്തായ ചടങ്ങ് ഇത്തവണയും മഹത്തരമാക്കിക്കൊണ്ട് തന്നെ അതിബൃഹത്തായി തന്നെ സമർപ്പിക്കുവാനായിട്ട് ഭക്തജനങ്ങൾ ശ്രമിക്കുന്നു. ഭക്തജനങ്ങളുടെ എല്ലാവിധ സഹകരണങ്ങളോടും കൂടി നമ്മളിത് ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. പരപ്രേരണയോ നിർബന്ധമോ കൂടാതെ യാതൊരു തരത്തിലുള്ള പണപ്പിരിവും കൂടാതെ സ്വമേധയാ ഭക്തജനങ്ങൾ സമർപ്പിക്കുന്ന ദ്രവ്യങ്ങൾ ഒന്നുകൊണ്ട് മാത്രമാണ്. ഭക്തജനങ്ങളുടെ സമർപ്പണം എല്ലാ രീതിയിലും ശാരീരികമായും അല്ലാതെയും ഭക്തജനങ്ങളുടെ സമർപ്പണം ഒന്നുകൊണ്ട് മാത്രമാണ് ഈ വൈശാഖ യജ്ഞം കാലാകാലങ്ങളായിട്ട് നടക്കുന്നത്. ഈ വർഷവും അതേ രീതിയിൽ തന്നെ നടന്നു പോകുന്നു. എല്ലാത്തിനും ഭഗവാൻ അനുഗ്രഹം ഉണ്ടാവട്ടെ, ഭക്തജനങ്ങളുടെ പൂർണ്ണമായ സഹകരണം ഉണ്ടാവട്ടെ, ക്ഷേത്രത്തിൽ നാട്ടിലും ഈശ്വരചൈതന്യം വർദ്ധിക്കട്ടെ, ഭക്തജനങ്ങൾക്ക് ഉത്തരോത്തരം ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എല്ലാ കാര്യങ്ങളും ഭംഗിയാകുവാനായിട്ട് ഒരിക്കൽ കൂടി ഭഗവത് പാതാരങ്ങളിൽ സമർപ്പിക്കുന്നു.